ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അടിച്ചാലോ. ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 1923 ഇത് ആവശ്യപ്പെട്ടത്. അതിൻ്റെ സ്ഥാപകനാണെന്ന് അറിയുമോ? സ്ഥാപകനും പ്രസിഡൻറ്റും സി ആർ ദാസ് ആയിരുന്നു. സെക്രട്ടറി മോട്ടിലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്ത കോൺഗ്രസ് സമ്മേളനമാണ് ബോംബെ സമ്മേളനം. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്ത കോൺഗ്രസ് സമ്മേളനമാണ് ബോംബെ സമ്മേളനം. 1935 അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അടുത്ത ദിവസം നോക്കിയാലോ. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് ഫൈസാബാദ് സമ്മേളനം. ഫൈസ്പൂർ സമ്മേളനമാണ് കേട്ടോ. അടുത്ത് അതിൻ്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യമായി ഗ്രാമത്തിൽ വെച്ച് നടന്ന സമ്മേളനമാണ് ഈ സമ്മേളനം. അതുകൂടി ഓർത്തിരിക്കുക. എനിക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമപരമായി അംഗീകരിച്ച ആഗസ്റ്റ് ഓഫറിലൂടെയാണ് 1940. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനാണ് ബി എൻ റാവു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനാണ് ബി എൻ റാവു. ഇവിടെ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത് ബി എൻ റാവു ആണ്. ബി എൻ റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. ഇത്രയും ക്വസ്റ്റ്യൻ പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.